നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. രാജീവ് സാറിന്റെ അമ്മ ഇതറിയുമ്പോ എന്താവുന്ന? അതിപ്പോ നമ്മുടെ ആരുടെയും കുറ്റം കൊണ്ടൊന്നും അല്ലല്ലോ. സാറെന്താ മോനെ പറഞ്ഞത്? അല്ല, പോലീസ് കേസും പ്രശ്നങ്ങളൊന്നും വേണ്ടാന്ന് പറയില്ലോ. ആലോചിച്ചപ്പോ എനിക്കത് ശരിയാന്ന് തോന്നി. ആ സാധനം അന്വേഷിച്ചാൽ ശരിയാവില്ല. അയാള് വാദി പ്രതിയാക്കും. അതുകൊണ്ടാ. രാജീവ് സാറിന് ആരാ വെട്ടിയത് അതറിയണ്ടേ? സാറിന് അങ്ങനെ ശത്രുക്കളൊന്നും ഇല്ലല്ലോ. സാറ് സംസാരിച്ചു വെച്ച് നോക്കുമ്പോ അതൊരു കൊട്ടേഷൻ ടീമാന്ന് എനിക്ക് തോന്നുന്നേ. ഇത് മിക്കവാറും ആളും മാറിയിട്ട് വെട്ടിയതായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവോ മോനെ? അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കൊട്ടേഷൻ ആണെങ്കിൽ ആള് മാറി വിവരം അവരെ അറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഇനിയിപ്പോ അവരുടെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാലും പോലീസിന്റെ സഹായം ഇല്ലാതെ എങ്ങനെയാ അത് ഉറപ്പ് വരുത്തുന്നേ? അല്ല, നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ കുറച്ച് അന്വേഷണമൊക്കെ നടത്താം. പിന്നെ ഞാനറിയാത്ത കൊട്ടേഷൻ കേക്കൊന്നും ഇല്ലല്ലോ. നമുക്ക് അന്വേഷിക്കാം. പഴയ ഞാൻ മോനെ, മോനും കൂടെ എന്തെങ്കിലും അപകടത്തിൽ പോയി ചാടല്ലേ? ഇല്ലമ്മേ, അമ്മ പേടിക്കണ്ട. നിങ്ങളെ റൂമിലേക്കല്ലേ, സാറോട് ഒറ്റയ്ക്കല്ലേ? ഒന്ന് നിന്നേ. ആ സഹദേവൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും കള്ളക്കളി നടക്കുന്നുണ്ടോ? എന്ത് കള്ളകളി? വെട്ടിയതാരെന്ന് ശരിക്കും രാജീവ് സാറിന് അറിയില്ലേ? അതോ പകരം ചോദിക്കാൻ വേണ്ടി മനഃപൂർവ്വം പോലീസിനോട് പേര് പറയാത്തതാണോ? ഇയാൾ എന്തൊക്കെയാ പറയുന്നേ? ആണെങ്കിലും വിഷ്ണുവേട്ടൻ ധൈര്യമായിട്ട് പറഞ്ഞോ. ഞാനും എന്റെ ഭർത്താവും പിന്നെ ഒരു സ്വർണ്ണപ്പണിക്കാരനും മതി ഈ ഭൂമിയിലെന്ന് വിചാരിക്കുന്ന പെണ്ണല്ല ഞാൻ. രാജീവ് സാറിന്റെ കാല് വെട്ടിയവരോട് പകരം ചോദിക്കണമെന്ന് തന്നെയാ ഞാനും പറയുന്നേ. നോക്ക്, എനിക്ക് പറ്റുന്ന വിധത്തിൽ ഞാനും സഹായിക്കാം. അങ്ങനെയൊന്നും ഇല്ലടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തന്നോട് പറയാമായിരിക്കും. ശ്യാമ എവിടെ? ശ്യാമ അവള് എത്ര സമയം ഇവിടെ ഉണ്ടായിരുന്നെന്നാ പറഞ്ഞേ. ഇവളിതിപ്പോ എവിടെ പോയി? ഞാൻ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.